മുതലപ്പുഴയിലെ തുടർച്ചയായ അപകടങ്ങൾ ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായാണ് വിഷയം കൊണ്ടുവരിക. ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയവും ഇന്ന് അവതരിപ്പിക്കും. എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, ഇന്ന് സഭയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നടക്കാനിരിക്കുന്നത്? പ്രത്യേകിച്ച് കേരളത്തിന്റെ പേര് ഗവൺമെന്റ് ഓഫ് കേരള എന്നുള്ളത് കേരളം എന്നാക്കണമെന്നുള്ളത് ദീർഘനാളത്തെ ആവശ്യമാണ്. അതൊടുവിൽ പ്രമേയമാക്കി അവതരിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ. എന്തൊക്കെയാണ് വിവരങ്ങൾ? എപ്പോഴായിരിക്കും ഇത് അവതരിപ്പിക്കുക? പ്രവിത ക്രിസ്റ്റീന, മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തവണയും മുതലപ്പുഴ വിഷയം നിയമസഭയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. ഈ TP കേസുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങൾ നിലനിൽക്കെ ആദ്യം ഈ TP കേസായിരിക്കും, അല്ലെങ്കിൽ TP കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവരുമെന്നതായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്ന് മാറി മുതലപ്പുഴ വിഷയമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പോകുന്നത്. മുതലപ്പുഴയിലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിൽ സർക്കാർ ഉറപ്പ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നതായിരിക്കും പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ആരോപിക്കുന്ന കാര്യം. തുറമുഖ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ഒപ്പം വിമർശനങ്ങൾക്ക് ഇന്ന് മറുപടി നൽകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പ്രവിത സൂചിപ്പിച്ചത് തന്നെയാണ്. കേരളത്തിന്റെ പേര് ഇന്ത്യൻ ഭരണഘടനയിൽ കേരളം എന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ഇന്ന് നിയമസഭയിൽ കൊണ്ടുവരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്. നേരത്തെയും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ ഭരണഘടനയിലും ഒപ്പം ഇപ്പോൾ ഇവിടെ സംസ്ഥാനത്ത് ഇറങ്ങുന്ന ഉത്തരവുകളിൽ പോലും ഗവൺമെന്റ് ഓഫ് കേരള എന്നതാണ് ഈ സംസ്ഥാനത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കേരളം എന്നാക്കണമെന്നത് സംസ്ഥാനത്തിന്റെ നീണ്ടകാലത്തെ ഒരു ആവശ്യമാണ്. ആ ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് അതൊരു പ്രമേയമായി തന്നെ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ TP കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സഭയിൽ ഉയർന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം വലിയ ഒരു വിമർശനം സർക്കാർ നടപടിക്കെതിരെ ഉയർന്നു വരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലും ഇന്ന് സഭ പ്രക്ഷുബ്ധമാകാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റൊന്ന്, +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ SFI അടക്കം സമരരംഗത്ത് ഇറങ്ങുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളും സഭയിൽ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. മറ്റൊന്ന്, ഈ വെള്ളിയാഴ്ച നിയമസഭ പിരിയുന്ന ഘട്ടത്തിൽ OR കേളു MLA ആയിരുന്നു. ഇന്ന് നിയമസഭ വീണ്ടും ചേരുമ്പോൾ അദ്ദേഹം മന്ത്രിയാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇന്ന് നിയമസഭ വീണ്ടും ചേരുമ്പോൾ ഉണ്ടാകും. ഒപ്പം ഈ മന്ത്രിമാരുടെ ഇരിപ്പിടത്തിലടക്കം ചെറിയ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് ഈ നിയമസഭയിൽ വലിയ വിഷയങ്ങൾ, വിവാദ വിഷയങ്ങളടക്കം ചർച്ചയാകുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒപ്പം മറ്റ് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ സഭയ്ക്ക് പുറത്തും വലിയ പ്രതിഷേധങ്ങൾക്ക് കൂടി ഇന്ന് സാധ്യതയുണ്ട്. പ്രവിത, ക്രിസ്റ്റീന. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.